അസ്സലാമു അലൈക്കും. 5 വക്ത് നമസ്കാരം എന്നുള്ളത് ഫർളായ നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. ചില ആളുകൾക്ക് നിസ്കരിക്കാൻ മടി കാണും. നിസ്കരിക്കാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും ശൈത്താൻ്റെ ഷർറ് കൊണ്ട് അവരെ പിന്തിരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അവരെ ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വ്യക്തികൾ നമുക്കിടയിലുണ്ട്, കുടുംബത്തിലുണ്ട്. നമ്മുടെ ഉമ്മമാർ, മക്കൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ അവർക്കൊക്കെ നിസ്കരിക്കാൻ മടി ഉണ്ടാവാറുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അതിനോട് അലസത, ശ്രദ്ധക്കുറവ് എന്നിങ്ങനെയൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. ഇത്തരക്കാർക്ക് 5 വക്ത് നിസ്കരിക്കാനും നിസ്കാരം നിലനിർത്താൻ വേണ്ടിയും സ്വന്തമായി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ദുനിയാവിൽ ഒരുപാട് ശിക്ഷ കിട്ടുന്നതാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ഖബറിലും ദുനിയാവിലും മരണസമയത്തും അവർക്ക് ശിക്ഷ കിട്ടുന്നതാണ്. ദുനിയാവിൽ അവന് ആയുസ് കുറയും. മുഖത്ത് മുഅ്മിനിൻ്റെ ഒരു അടയാളം പോലും ഉണ്ടാവില്ല. ഈമാൻ്റെ ഒരു അടയാളം പോലും അവൻ്റെ മുഖത്ത് പ്രകടമാവില്ല. ദുനിയാവിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്കൊന്നും പ്രതിഫലം കിട്ടൂല. അതുപോലെ ദുനിയാവിൽ ചെയ്യുന്ന ദുആകൾക്കൊന്നും ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല, അഥവാ ഉത്തരം കിട്ടുകയില്ല. സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുകയില്ല. ഭക്ഷണത്തിൽ ഒരു ബർക്കത്തും അവന് കിട്ടുകയില്ല. ഇതെല്ലാം നിസ്കാരം ഉപേക്ഷിക്കുന്നവന് കിട്ടുന്നതാണ്. അതുമല്ലാതെ മരണസമയത്ത് ഒരുപാട് പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഖബറിൽ വെച്ച് 2 വാരിയെല്ലുകൾ കോർക്കപ്പെടുന്നത് വരെ ഖബർ ഇടുക്കും. ഖബറിൽ തീ കത്തും. ഖബറിൽ വെച്ച് ഒരു മാരകമായ പാമ്പിൻ്റെ കടിയുടെ വേദന സഹിക്കേണ്ടി വരും. മഹ്ശറയിൽ റബ്ബിൻ്റെ കോപത്തിന് കാരണമാകും. ഇനി റബ്ബ് കോപിക്കുകയും നരകത്തിൽ അവൻ പ്രവേശിക്കുകയും ചെയ്യും. നിസ്കാരം ഉപേക്ഷിക്കുന്നവന് എന്ത് ഭയാനകമായ ശിക്ഷയാണല്ലേ അല്ലാഹു തആല നൽകുന്നത്. നിസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി നിസ്കാരം നിലനിർത്തുന്നവന് ഭൂമിയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അല്ലാഹു തആല നീക്കിക്കൊടുക്കും. നല്ല ബർക്കത്തുള്ള ജീവിതം അവനിക്ക് കിട്ടും. ഖബർ ശിക്ഷ ഒഴിവാക്കി കിട്ടും. നിസ്കരിക്കുന്നവന് വലതു കൈയിൽ വിചാരണയുടെ കിതാബ് കിട്ടും. മിന്നൽ വേഗത്തിൽ സിറാത്തുൽ പാലത്തിലൂടെ അവനിക്ക് പോകാൻ പറ്റും. വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. ഇനി ശുദ്ധിയായി വുളുവോട് കൂടി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്ക് ഇബ്രാഹിമ സ്വലാത്ത് ഓതി 1 പ്രാവശ്യം ഊതുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അതിനുശേഷം ബഖറ സൂറത്തിലെ 5-ാമത്തെ ആയത്ത് 101 പ്രാവശ്യം ഊതുക. വീണ്ടും ഇബ്രാഹിമ സ്വലാത്ത് 1 പ്രാവശ്യം ഊതുക. എന്നിട്ട് ഇശ്ഫി എന്ന് 3 തവണ ചൊല്ലിക്കൊണ്ട് വെള്ളത്തിലേക്ക് വീണ്ടും ഊതുക. ഇനി ആർക്കാണോ നിസ്കാരത്തിന് മടി ആ വ്യക്തിക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ തുടർച്ചയായി 21 ദിവസമോ 41 ദിവസമോ നിങ്ങൾക്ക് ചെയ്യാം. അത്രയും ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫലം കാണാൻ പറ്റുന്നതാണ്. മരണം വരെ നമുക്കെല്ലാവർക്കും നിസ്കാരം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റി സന്തോഷമായ ജീവിതം അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തരട്ടെ. ആമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.